112 സങ്കീർത്തനം 6 വാക്യം. 112 സങ്കീർത്തനം 6 വാക്യം. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. പരിശുദ്ധനും പുണ്യവാനും നീതിമാനുമായിരുന്ന ഗീവർഗീസ് സഹദായുടെ ഓർമ്മ എന്നേക്കും ഇരിക്കും. ഇതിന് 2 അർത്ഥതലങ്ങൾ നമുക്ക് ഗ്രഹിപ്പാനുണ്ട്. എന്നേക്കും സഹദായുടെ ഓർമ്മ ഉണ്ടായിരിക്കും. തലമുറ തലമുറയായി ആ ഓർമ്മ നിലനിൽക്കും. എങ്ങനെ? ഒന്ന്, ഒരു കാലത്ത് ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലുള്ള കാവലിലുള്ള ദേവാലയത്തിലെ അനേകം കുഞ്ഞുങ്ങൾ ഗീവർഗീസ് എന്ന നാമധേയക്കാരായിരുന്നു. അല്ലെങ്കിൽ അമ്മയുടെ നാമം വഹിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പേരും പൊരുളും അതിൻ്റെ പിമ്പിൽ ഒരു പരിശുദ്ധനോ പരിശുദ്ധയോ. ഇങ്ങനെയാണ് പരിശുദ്ധന്മാരുടെയും പരിശുദ്ധകളുടെയും നാമം തലമുറ തലമുറയായി എന്നേക്കും ഓർമ്മയിലിരുന്ന ഒരു സംസ്കാരം നമ്മൾ പ്രത്യേകിച്ചും കേരളക്കരയിലെ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ നിലനിർത്തിയിരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുന്നുണ്ടാവും. വിശുദ്ധ കുർബാനയിൽ നൽകുന്ന പേരുകളിൽ അങ്ങനെ അത് വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമുണ്ടായിരുന്നു. ഒരു സമയത്ത് നമ്മളുടെ മാതാപിതാക്കൾ അങ്ങനെ പറയട്ടെ, നമ്മൾ അങ്ങനെ ഉണ്ടോ എന്ന് നിശ്ചയമില്ല. പെരുന്നാളിന് പേരുകൾ മധ്യസ്ഥതയ്ക്കായി കൊടുക്കണം. ആദ്യം ചെയ്യുന്നത് ഗീവർഗീസ് സഹദ അല്ലെങ്കിൽ സഹദ എന്ന് മാത്രം എഴുതും. അതിന് താഴെയായി കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരുകൾ. അനുഗ്രഹത്തിനായാണെങ്കിൽ ആ തലക്കെട്ടിലും, ഓർമ്മയ്ക്കാണെങ്കിൽ ആ തലക്കെട്ടിലും, രോഗികൾ ആയിരിക്കുന്നവർക്കാണെങ്കിൽ ആ തലക്കെട്ടിലും. അങ്ങനെ പേര് പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് സഹദായുടെ പേരായിരിക്കും. ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പരിശുദ്ധൻ്റെയോ പരിശുദ്ധയോടോ പേര് ആ കുഞ്ഞിന് മാമോദീസ പേര് മാത്രമല്ല വിളിപ്പേരായും അതെപ്പോഴും ഉണ്ടാകും. പേരിന് ഒരു പൊരുളുണ്ട്, ഒരർത്ഥമുണ്ട്. ആ പേരിനും പൊരുളിനും പിന്നിൽ ഒരു പരിശുദ്ധനോ പരിശുദ്ധയോ ഉണ്ട്. ഗീവർഗീസ് എന്നതിന് ധാരാളം രൂപഭേദങ്ങളുണ്ട്. ആംഗ്ലേയ രൂപത്തിൽ അത് ജോർജ് എന്നാവും. സുറിയാനി ഭാഷയിൽ അത് ഗീവർഗീസ് എന്നാവും. മലയാളത്തിൽ അത് കീവർച്ചനായിട്ടുണ്ട്, വറീദായിട്ടുണ്ട്, കുഞ്ഞോർച്ചനായിട്ടുണ്ട്, ഗീവറായിട്ടുണ്ട്, വാറുമായിട്ടുണ്ട്, വാറുണ്ണിയായിട്ടുണ്ട്. ഒരുപാട് വകഭേദങ്ങൾ. എല്ലാം ആത്യന്തികമായി ഗീവർഗീസ്. ഇംഗ്ലീഷ് രൂപത്തിലാണെങ്കിൽ അത് ജോർജ് എന്നും. ഈ നാമത്തിൻ്റെ പല ഭാവഭേദങ്ങൾ, ഭാഷയിലുള്ള ഭേദങ്ങൾ ഏതായിരുന്നാലും അത് വിളിപ്പേരായും ആ വിളിപ്പേരിന് പിമ്പിലുള്ള ഒരു പരിശുദ്ധൻ എന്നതും ആ വിളിപ്പേരിനൊരു പൊരുളും ഒരർത്ഥവും അത് ഒരു സംസ്കൃതിയായി നിലനിന്നു പോന്നിരുന്ന ഒരു വലിയ സമ്പന്നമായ ഒരു പശ്ചാത്തലം. പേരിൻ്റെ പൊരുൾ ഗീവർഗീസ് എന്ന വാക്കിൻ്റെ മൂലമന്വേഷിക്കുമ്പോൾ അത് വേദപുസ്തകത്തിൽ തന്നെയുണ്ട്, പുതിയ നിയമത്തിൽ തന്നെയുണ്ട്. ഗീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമി എന്നാണ്. ജിയോഗ്രഫി, ജിയോളജി എന്നിങ്ങനെയൊക്കെ.
അതിലെ ആദ്യ ശബ്ദം ഗീ എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി എന്നാണ്, എർത്ത് എന്നാണ്. അതിൻ്റെ രണ്ടാം പകുതി എർഗോസ് എന്ന് പറഞ്ഞാൽ വർക്കർ, ഫാർമർ. ഗീ എർഗോസ്, വൺ ഹൂ വർക്ക്സ് ഓൺ ദ ഫീൽഡ്. പാടത്ത് പണിയുന്നവനാണ് ഗീവർഗീസ്. ഗീവർഗീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പിലെ വേലക്കാരനെന്നാണ്. തമ്പുരാൻ തന്നനുഗ്രഹിച്ചിരിക്കുന്ന ഈ ഭൂമി ദൈവദത്തമാണ്. ദൈവത്താൽ നിയോഗിതരാണ് അതിൽ പണിയെടുക്കുന്നവർ. അത് ഗീവർഗീസ് പുണ്യവാളൻ്റെ പേരുകാരുമാണ്, ആ പേര് വഹിക്കുന്നവരാണ്. ഒരമ്മ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് കീവർച്ച, മോനെ, കുഞ്ഞോർച്ച എന്ന് ഉറക്ക വിളിക്കുമ്പോൾ, വല്യമ്മ അങ്ങനെ അടുക്കളയിലിരുന്ന് വിളിക്കുമ്പോൾ വല്യപ്പൻ ഉമ്മറ തിരിക്കുകയായിരുന്നു. ആ വിളി ശബ്ദം കേൾക്കുമ്പോൾ മകൻ എന്തോ എന്ന് വിളി കേൾക്കും. ഉമ്മറത്തിരിക്കുന്ന വല്യപ്പൻ ഒന്നനങ്ങും. വല്യപ്പൻ സ്വർഗത്തിലാണ്. അവിടെ ഇരുന്ന് ആ പിതാവും ഒന്ന് ഉണരും. എൻ്റെ കുഞ്ഞാണ് എന്ന് ഉമ്മറത്തിരിക്കുന്ന വല്യപ്പനും ദൈവസന്നിധിയിലായിരിക്കുന്ന വലിയ വലിയ മുത്തശ്ശനും വല്യപ്പനും കുഞ്ഞിനു വേണ്ടി എൻ്റെ മകനാണ് പ്രാർത്ഥിക്കുന്നു. ഈ ചങ്ങല പുറകോട്ട് പോയി ഗീവർഗീസ് സഹദായിൽ ചെന്ന് നിൽക്കും. ഇതൊരു പരമ്പര സൃഷ്ടിക്കുകയാണ്. പരമ്പരയിൽ നമ്മൾ കണ്ണി കോർക്കുകയുമാണ്. കണ്ണി കോർക്കണം, കണ്ണി മുറിക്കരുത്. ഇതൊരു വലിയ പാഠമാണ്. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. എങ്ങനെ ഇരിക്കും? തലമുറകളായി ആ പേര് വഹിക്കുന്നവർ ഉണ്ടാവും. ആ പേരുകാരെ ഓർക്കുമ്പോൾ പേരിൻ്റെ മൂലപിതാവിനെ സ്മരിച്ചു പോകും. വല്യപ്പനും അങ്ങനെ പുറകോട്ട് ചെന്ന് ഗീവർഗീസ് സഹദാവ് വരെ ഈ വിളിപ്പേരിൽ ആ വിളി കേൾക്കുമ്പോൾ ഉണർന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, മധ്യസ്ഥനാവും. അതുകൊണ്ടാണ് മാമോദീസായ്ക്ക് ശ്രദ്ധേയമായി വേദപുസ്തകത്തിലുള്ള പുണ്യവാന്മാരുടെയോ പുണ്യവതികളുടെയോ സഭയുടെ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ച പരിശുദ്ധരായിരുന്ന ആരുടെയോ ആരെങ്കിലും പേരിട്ട് നമ്മൾ അങ്ങനെ സ്മരിക്കുന്നത്. ഒന്നുകിൽ വല്യപ്പൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ വല്യമ്മയുടെ പേരായിരിക്കും. അത് മുറപ്രകാരം അങ്ങനെ വന്നിരിക്കും. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഇതിന് സഭ അതൊരു സംസ്കാരമായി അത് പുലർത്തുകയാണ്. അങ്ങനെ ഒരു ചുറ്റുവട്ടം സൃഷ്ടിക്കുകയാണ്. ഇതിൻ്റെ കണ്ണി നമ്മൾ മുറുക്കണം, കണ്ണി മുറിച്ച് കളയരുത്. ഇപ്പോഴുള്ള നമ്മളുടെ പേരുകൾക്ക് ശബ്ദമേ ഉള്ളൂ, പൊരുളില്ല. പൊരുളില്ലാത്ത പേരിന് എന്ത് പ്രസക്തി എന്ന ആലോചനയിൽ നമ്മുടെ മനസ്സിൽ വരും. ചിന്തിക്കേണ്ടതാണ്. സംസ്കാര കേരളമാണ്, സമ്പന്ന കേരളമാണ്, സാക്ഷര കേരളമാണ്. പക്ഷേ വിവരം നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിച്ചു കൂടാത്തതുമാണ്. അതിനോട് ചേർന്ന് പ്രത്യേകിച്ചും സഭയുടെ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള സംസ്കൃതി അത് മൂല്യവത്താണ്, വേദാധിഷ്ഠിതമാണ്. സഭയുടെ പാരമ്പര്യത്തിന് ചേർന്നു വരുന്നതും. കണ്ണി കോർക്കാം, കണ്ണി മുറിക്കാതിരിക്കാം. കണ്ണി മുറുക്കണം, മുറിച്ചു കളയരുത്. നീതിമാൻ എന്നും ഓർമ്മയിലിരിക്കും എന്നുള്ളത് എനിക്കൊന്നാമത് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മളതൊരു പാരമ്പര്യം, ഒരു സംസ്കൃതിയായി നിലനിർത്തി പോന്നിരുന്നത്. ഒരു ചുറ്റുവട്ടം, പരിശുദ്ധന്മാരുടെ ഓർമ്മയിലുള്ള ഒരു ചുറ്റുവട്ടം വീട്ടിലും നാട്ടിലും ദേവാലയത്തിലും ഒക്കെയായി ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു സമ്പന്നമായ ഒരു പാരമ്പര്യമായി സൂക്ഷിച്ചു വന്നിരുന്നത് പുനഃസ്ഥാപിക്കുവാൻ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഏത് പുണ്യവാൻ്റെയും പുണ്യപതിയുടെയും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രതിജ്ഞാബദ്ധമാവേണ്ടതാണ്.
ആ പ്രതിജ്ഞ നമ്മൾ ആഘോഷമാക്കുകയാണ് പെരുന്നാൾ ആഘോഷം. രണ്ടാമത്, നീതിമാൻ എന്നും ഓർമ്മയിലിരിക്കും. എങ്ങനെ ഓർക്കാതിരിക്കും പുണ്യവാനെ? ജീവിതത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാനായി അടുത്തു വന്ന് നമ്മുടെ കണ്ണീരൊപ്പി വേദനകൾക്ക് ശമനമുണ്ടാക്കി ദൈവത്തോട് മധ്യസ്ഥത യാചിച്ച് ഈ അനുഭവം എങ്ങനെ മറക്കാനാവും? ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ച 30 ദേവാലയങ്ങളിൽ ധാരാളം ദേവാലയങ്ങൾ സഹദായുടെ നാമത്തിലായിരുന്നു. ആ ശുശ്രൂഷ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒരനുഭവമെങ്കിലും മധ്യസ്ഥത മുഖാന്തരമായി ഉണ്ടാവാതിരുന്നിട്ടില്ല. വ്യക്തിപരമായി എൻ്റെ എന്ന അർത്ഥത്തിലല്ല, ഇടവകയിലെ നിർണായകമായ സന്ദർഭങ്ങളിലോ കുടുംബങ്ങളിലെ പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിലോ ഒക്കെ അതൊക്കെ മനസ്സിൽ സമ്പന്നമായി സൂക്ഷിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ എൻ്റെ പ്രഭാഷണത്തിൽ അങ്ങനെ ഒരു അനുഭവം പങ്കിട്ടപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് കുർബാനയുമൊക്കെ കഴിഞ്ഞ് കൈമുത്ത് കഴിഞ്ഞ് കുശലാന്വേഷണത്തിനായി അടുത്തു വന്നിരുന്ന ഒരാൾ എന്നോട് സംസാരിച്ചു. ജീവിതത്തിൽ അപകടകരമായൊരു പ്രതിസന്ധി വന്നു, എങ്ങനെ അതിൽ നിന്ന് വിമുക്തി ഉണ്ടാവും? നന്നായി ആലോചിച്ചു. ദേവാലയത്തിൻ്റെ ദിശ നോക്കി, ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദിശ നോക്കി, ആ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സഹദാ പോംവഴി തരണം എന്ന് പ്രാർത്ഥിച്ചു. 15 മിനിറ്റ് എടുത്തില്ല, അതിനകം ആ പ്രശ്നത്തിന് പോംവഴി തരുന്ന അനുഭവമുണ്ടായി. സഹദായെ എങ്ങനെ എനിക്ക് മറക്കാനാവും? ഇങ്ങനെ അനുഭവങ്ങൾ പങ്കിടുന്ന ധാരാളം ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്ന പല സന്ദർഭങ്ങളിലും പല അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഇതും പറയുവാനിടയായിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ദേവാലയത്തിൽ നിന്നേ ഞാൻ ചെറുപ്പം വേദശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധിയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയുടെയും രുചി അറിയുന്നത് ഒന്നുകിൽ എൻ്റെ ഭവനത്തിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ വല്യപ്പനിൽ നിന്നോ വല്യമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നോ ജീവിതാനുഭവങ്ങളിൽ നിന്നോ ആണ്. ഒരു ഞായറാഴ്ച ദിവസം ഒരു മലയോര പ്രദേശത്ത് കുർബാന അനുഷ്ഠിക്കുന്ന ഞാൻ പതിവ് പോലെ പ്രഭാത നമസ്കാരത്തിനായി ദേവാലയത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ പതിവ് പോലെ ഒരമ്മ ഒരു കുഞ്ഞിനെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് ഊസ്വയോ പ്രാർത്ഥനയ്ക്കാകും എന്ന് വിചാരിച്ച് പടിഞ്ഞാറോട് തിരിഞ്ഞപ്പോൾ പറഞ്ഞു, ഊസ്വയോ പ്രാർത്ഥനയ്ക്കൊന്നും ഒരുക്കം പോരാ, എന്നാൽ ഈ കുഞ്ഞിൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. അമ്മച്ചി എന്താ അങ്ങനെ ഇന്ന് പ്രത്യേകമായി? ഇന്നലെ കുഞ്ഞിന് വളരെ കഠിനമായ പനിയായിരുന്നു, ജ്വരം ബാധിച്ചു, ചന്നിയായി മാറും എന്ന് തോന്നിപ്പോയി, അപകടകരമായിരുന്നു, ജീവൻ പോലും. മലയോരം, വാഹനമില്ല കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ, ആശുപത്രി സമീപമില്ല, വൈദ്യന്മാരുമില്ല, പഠിച്ചിട്ടുള്ള നാട്ടുവൈദ്യം ഒക്കെ പരീക്ഷിച്ചു നോക്കി, പക്ഷേ താപനില വർദ്ധിക്കുകയാണ്. ഞാൻ ഉൾമുറിയിലേക്ക് വലിഞ്ഞു, എൻ്റെ സാരി തുമ്പെടുത്ത് വസ്ത്രാഞ്ചലമെടുത്ത് തലയിലിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് മുഴങ്കാലുകളെ മടക്കി കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി തമ്പുരാനോട് പ്രാർത്ഥിച്ചു, തമ്പുരാനെ എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണം, എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണം. സഹദാ പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുമെങ്കിൽ ഞാനവനെ ദൈവവേലയ്ക്ക് സമർപ്പിക്കും. വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ അനുഭവം. വലിയ വിദ്യാസമ്പന്നയായ അമ്മയൊന്നുമല്ല, പക്ഷേ അവരുടെ ശബ്ദത്തിൽ
ഒരു ദൃഢതയുണ്ടായിരുന്നു, ബോധ്യത്തിൻ്റെ തെളിച്ചമുണ്ടായിരുന്നു, അതിൻ്റെ ഉറപ്പുമുണ്ടായിരുന്നു. താപനില കുറേശ്ശെ കുറഞ്ഞു. അർദ്ധരാത്രി ആവുമ്പോഴേക്കും സുഖമായി. അവൻ നന്നായി ഉറങ്ങി. പുലർച്ചെ എഴുന്നേറ്റ് തോർത്തുമുണ്ട് നനച്ച്, ചൂടുവെള്ളത്തിൽ നനച്ച് അത് പിഴിഞ്ഞ് തുവർത്തി, കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വന്നതാ. കലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നേർച്ചയും സഫലമാവണം. കുഞ്ഞിൻ്റെ തലയിൽ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ആ മകൻ ദൈവവേല അനുഷ്ഠിക്കുന്ന അനുഗ്രഹീതനായ ഒരു മാതൃകാ വൈദികനാണ്. വിവാഹിതനായൊരു മാതൃകാ വൈദികൻ. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് കോർത്തിണക്കി പറയാനാവുക. നമ്മളുടെ ജീവിതത്തിലുമുണ്ടാകും. എന്നെപ്പോലെയുള്ളവരുടെ ശുശ്രൂഷകളിലെ സന്ദർഭങ്ങളിൽ അടർത്തിയെടുക്കുവാൻ കഴിയുന്ന ഇത്തരം ഒത്തിരി നിമിഷങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, രണ്ടാമത്തെ അർത്ഥം, നീതിമാനെ വിളിക്കുമ്പോൾ നീതിമാൻ വരും. ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം വരും. ദൈവം വരുമ്പോൾ ദൈവസന്നിധിയിലിരിക്കുന്ന പരിശുദ്ധന്മാരും വരും. പരിശുദ്ധന്മാർ നമ്മളുടെ അർത്ഥനകളും നമ്മളുടെ യാതനകളും ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കും. കാനാവിലെ കല്യാണ വിരുന്നിൽ അമ്മ ആ ഭവനത്തിൻ്റെ ഭാരം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നത് പോലെ നിറഭേദം വന്ന്, രൂപാന്തരം വന്ന്, പാനീയമായി പച്ചവെള്ളത്തെ മാറ്റി അനുഗ്രഹങ്ങളുടെ നിറവിൻ്റെ സന്തോഷം കൊണ്ട് ആ ഭവനത്തെ മുഴുവനും സമ്പന്നമാക്കുകയായിരുന്നു, രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ഇത്തരം നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ അമ്മ അന്നവിടെ സന്നിഹിതയായിരുന്നതുപോലെ സഹത നാം വിളിക്കുമ്പോൾ സഹത സന്നിഹിതനാവുകയും നമ്മളുടെ വേദനകളും ആവലാദികളും പരിദേവനങ്ങളും ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുകയുമാണ്. ഇത് രുചിച്ചറിയുന്നതാണ്. ആ രുചിച്ചറിയുന്ന സന്ദർഭം സഹത അവിടെ സന്നിഹിതനാവുകയാണ്. ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാന്നിധ്യം എന്നാണ് അർത്ഥം. ഓർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സെറിബ്രൽ എക്സർസൈസ് അല്ല, ഒരു മസ്തിഷ്ക കസർത്തല്ല, അത് ഹൃദയത്തിൻ്റെ അനുഭവമാണ്. അനുഭവത്തിൽ മുഖ്യ വിശ്വാസം. ആ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഒരു സംസ്കാരമായി മാറുകയാണ്. അങ്ങനെ ഒരു സംസ്കൃതി സൃഷ്ടിക്കുകയാണ്. അതാണ് സംസ്കൃതിയുടെ, സംസ്കാരത്തിൻ്റെ, ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ, ഓർത്തഡോക്സ് ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ രണ്ടാമത്തെ തലം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അങ്ങനെ ഒരു ഇടമുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ചുറ്റുവട്ടം ഗീവർഗീസ് സഹോദരയുടെ നാമത്തിലുള്ള ഈ ദേവാലയം ഭവനങ്ങളിലൂടെ, പള്ളികളിലൂടെ, വ്യക്തികളിലൂടെ സൃഷ്ടിച്ചെടുത്ത് ജീവിച്ചറിയുകയാണ്. ഒരു സംസ്കൃതി അങ്ങനെ വരണം. പേരിലും പൊരുളിലും അതിൻ്റെ പിമ്പിലുള്ള പരിശുദ്ധനും. ആ പരിശുദ്ധനെ വിളിക്കുമ്പോൾ പരിശുദ്ധൻ സന്നിഹിതനായി നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ദൈവമെന്നും അത്ഭുതകരമായ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു വലിയ ദൈവമാണെന്ന് സഹദയുടെ മധ്യസ്ഥതയിലൂടെ രുചിച്ചറിയുവാൻ തക്കവണ്ണം സഹദ ജീവിക്കുന്നു, ദൈവമെന്നും ജീവിക്കുന്നുവെന്ന് സഹദ മധ്യസ്ഥതയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കുമാറാകട്ടെ.